ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും റെഡിയല്ലേ എൻ്റെ വീഡിയോ കാണാൻ? എൻ്റെ കൂടെ വന്നോളൂ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ ചിന്നുമാമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ ഷെഫ് എൻ്റെ ചിന്നുമാമനാണ്. ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് തക്കാളിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് മുളക് പൊടിയും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നത് കാശ്മീരി മുളകാണ് കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ എൻ്റെ വലിയ വെള്ളം വരാൻ തുടങ്ങിയിട്ടാ. പിന്നെ നമ്മൾക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇത്. ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ ചറുമുറി? കഴിച്ചവർ താഴെ കമന്റ് ഇടണേ. അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട ഇട്ടെടുക്കാം. 1 2 3 4 5 6 മുട്ടകൾ ഞാൻ ഇട്ടെടുത്തു. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇല്ല കേട്ടാ, ഇവിടെ ഒന്നും തീർന്നില്ല. ഇനി നമുക്ക് 2 മുട്ട ബുൾസൈ ചെയ്തിട്ടെടുക്കാം. ഇതാണ് കേട്ടാ ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. എന്നിട്ട് ഇതും നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനിടയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പൊരിയും കൂടി ഇട്ടുകൊടുക്കാം. പൊരി വെറുതെ തിന്നാനും നല്ല രസമാണല്ലേ. പൊരിയിട്ട ശേഷം വീണ്ടും നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം. വാവ്, നമ്മുടെ ചറുമുറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമില്ലേ ഇപ്പൊ കാണാൻ? ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. ഇനി നമ്മൾക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ബുൾസൈയും കൂടി വെച്ചുകൊടുക്കാം. നോക്കിയേ എന്ത് ഭംഗിയാ. ബുൾസൈൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും വിതറിക്കൊടുക്കാം. അവസാനമായി മല്ലിയിലയും ഇട്ട് ഭംഗിയാക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചറുമുറി ഇവിടെ റെഡി. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.